വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ഫിഷറി എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നിവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ തന്നെ ഫിഷ് സ്റ്റോക്ക് അസസ്മെൻറ്റ് എന്ന് പറയുന്നൊരു ടോപ്പിക്ക് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫിഷറി എക്കണോമിക്സ് എന്താണെന്ന് നോക്കാം. Definition: the product, distribution and consumption of fish and seafood and all financial aspects of the fishing and seafood industry is called fishery economics. അപ്പോൾ ഫിഷറി എക്കണോമിക്സ് എന്ന് പറയുന്നത് ഫിഷിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ആവാം, പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ കൺസപ്ഷൻ ഓഫ് ഫിഷ് ആൻഡ് സീ ഫുഡ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ഫിനാൻഷ്യൽ ആസ്പെക്ട്സും, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയും ഉൾക്കൊള്ളുന്നതാണ് ഫിഷറി എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രി, സീ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് അക്വാട്ടിക് ലൈഫ് ഇൻ ഫ്രഷ് വാട്ടറും വരുന്നുണ്ട്. സീ ഫുഡ് മാത്രമല്ല, ഫ്രഷ് വാട്ടറിലുള്ള അക്വാട്ടിക് ലൈഫും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. Fishery can be thought as a stock or stocks of fish and the enterprises that have the potential to exploit them. The fish stock measured in terms of biomass is the natural capital of the system. അപ്പോൾ ഫിഷറി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി തോട്ട് ആസ് എ സ്റ്റോക്ക് ഓർ സ്റ്റോക്സ് ഓഫ് ഫിഷ് ആൻഡ് ദ എൻ്റർപ്രൈസസ് ദാറ്റ് ഹാവ് ദ പൊട്ടൻഷ്യൽ ടു എക്സ്പ്ലോയിറ്റ് ദം. അതിൽ ഫിഷ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു മെഷറാണ്. എന്തിനാണ്? ബയോമാസിൻ്റെ ഒരു മെഷറാണ് നമ്മുടെ ഫിഷ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഈസ് ദ നാച്ചുറൽ ക്യാപിറ്റൽ ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ഒരു മുതൽ എന്ന് പറയുന്നത് തന്നെ ഫിഷ് സ്റ്റോക്കാണ്, അല്ലേ? ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ഫിഷ് ബയോമാസ് നോക്കാം. അപ്പോൾ ഫിഷ് ബയോമാസ് എന്ന് പറയുന്നതാണ് ഫിഷ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ എന്താണ് ഫിഷ് ബയോമാസ് എന്ന് നോക്കാം. വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമിൻസ് ദ ഫിഷ് ബയോമാസ്? First one is the ability to reproduce and provide new recruits, then growth rate of individuals, natural mortality rate, rate of fishing mortality. ഇതെല്ലാം തന്നെയാണ് എന്ത് ഫിഷ് ബയോമാസിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്. എബിലിറ്റി ടു റീപ്രൊഡ്യൂസ് ആൻഡ് പ്രൊഡ്യൂസ് ന്യൂ റിക്രൂട്ട്സ്, then growth rate of individuals, natural mortality rate, rate of fishing mortality. Then fish stock can be increased with time. അതായത് ഫിഷ് സ്റ്റോക്ക് നമുക്ക് വിത്ത് ടൈം ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എന്താണ് കണ്ടീഷൻ? ഇഫ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ന്യൂ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡിവിജ്വൽസ് ഈസ് ഗ്രേറ്റർ ദാൻ നാച്ചുറൽ മോർട്ടാലിറ്റി ആൻഡ് ഫിഷിംഗ് മോർട്ടാലിറ്റി. നാച്ചുറൽ മോർട്ടാലിറ്റിയും ഫിഷിംഗ് മോർട്ടാലിറ്റിയും എന്തിനേക്കാൾ കുറഞ്ഞിരുന്നാലാണ്? അതായത് ന്യൂ ഇൻഡിവിജ്വൽസിൻ്റെ റിക്രൂട്ട്മെൻറ്റും അതുപോലെ തന്നെ എന്താണ് ഗ്രോത്തും, ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രോത്തും ഈ നാച്ചുറൽ മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഫിഷിംഗ് മോർട്ടാലിറ്റിയിൽ കൂടുതലിരുന്നാലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? ഫിഷ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിഷറീസ് റിസോഴ്സസ്. ഫിഷറീസ് റിസോഴ്സസിൻ്റെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മൊബിലിറ്റി. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മൊബിലിറ്റി ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ റീന്യൂവബിൾ ആണ്. ദെൻ ഹൈലി വേരിയഡ് ആൻഡ് പ്യുവർലി അണ്ടർസ്റ്റുഡ് ബയോളജി, ഡിപ്പെൻഡൻസ് ഓൺ എക്കോസിസ്റ്റം, ട്രഡീഷൻ ഓഫ് ഓപ്പൺ ആക്സസ്. ഇത് അഞ്ചെണ്ണമാണ് നമ്മളുടെ ഫിഷറീസ് റിസോഴ്സസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മൊബിലിറ്റി, റിന്യൂവബിൾ, ദെൻ ഹൈലി വേരിയഡ് ആൻഡ് പ്യുവർലി അണ്ടർസ്റ്റുഡ് ബയോളജിയാണ്. ദെൻ ഡിപ്പെൻഡൻസ് ഓൺ എക്കോസിസ്റ്റം, ട്രഡീഷൻ ഓഫ് ഓപ്പൺ ആക്സസ്. ഡിപ്പെൻഡൻസ് ഓഫ് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിഷ് എന്ന് പറയുമ്പോൾ ഒരു അക്വാട്ടിക് ഹാബിറ്റാറ്റിൻ്റെ ഭാഗമാണല്ലോ ഫിഷ് അല്ലെങ്കിൽ അക്വാട്ടിക് അനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഫിഷറീസ് റിസോഴ്സസ് എന്ന് പറയുന്നത്. റീന്യൂവബിൾ റിസോഴ്സ് എന്താണെന്ന് നോക്കാം. എ റീന്യൂവബിൾ റിസോഴ്സ് ഈസ് എ നാച്ചുറൽ റിസോഴ്സ് വിച്ച് ക്യാൻ റീപ്ലനിഷ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. അതായത് വിത്ത് ടൈം, അതായത് ടൈം പോകുന്തോറും റീപ്ലനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റിസോഴ്സ് ആയിരിക്കണം എന്തെന്ന് പറയുന്നത് റിന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. ഏതർ ത്രൂ ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ ഓർ അതർ നാച്ചുറൽ റിക്കറിങ് പ്രോസസ്സ്. മേ ബി ബയോളജിക്കൽ റീപ്രൊഡക്ഷൻ വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അതർ നാച്ചുറൽ റിക്കറിങ് പ്രോസസ്സോ വഴി റീപ്ലനിഷ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ റീന്യൂവബിൾ റിസോഴ്സ് എന്ന് പറയുന്നത്. റീസൺസ് ടു ഡിപ്ലീഷൻ ഓഫ് ദി ഫിഷ് സ്റ്റോക്ക്. ഇനി ഫിഷ് സ്റ്റോക്കിൻ്റെ ഡിപ്ലീഷന് കാരണം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഓവർ ഫിഷിംഗ് ഡ്യൂ ടു ടെക്നോളജി ഡെവലപ്മെൻറ്റ്. അതായത് നമ്മളുടെ ന്യൂ ടെക്നോളജീസ് ഒക്കെ വഴി, അതായത് ട്രോളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഫിഷ് ചെയ്യുമ്പോൾ നമ്മളത് കൂട്ടമായിട്ടാണ്, അല്ലേ? സ്കൂൾ ഓഫ് ഫിഷസിനെയാണ് നമ്മളിങ്ങനെ
ക്യാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓവർ ഫിഷിങ് കാരണം പല സ്പീഷീസിൻ്റെ എക്സ്റ്റിങ്ഷന് കാരണമാവാം അല്ലേ, അത് ഫിഷ് സ്റ്റോക്കിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കും. ദെൻ ബോട്ട് വിത്ത് ഡീപ്പ് ഫ്രീസർ ഫെസിലിറ്റി, ദെൻ സാറ്റലൈറ്റ് ടെക്നോളജി, ബൈ ക്യാച്ച്, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം തന്നെ എന്തിന് ഫിഷ് സ്റ്റോക്കിനെ ഡിപ്ലീഷന് കാരണമാകുന്ന റീസൺസ് ആണ്. ഓവർ ഫിഷിംഗ് ഡ്യൂ ടു ടെക്നോളജി ഡെവലപ്മെന്റ്, ബോട്ട്സ് വിത്ത് ഡീപ്പ് ഫ്രീസർ ഫെസിലിറ്റി, ദെൻ സാറ്റലൈറ്റ് ടെക്നോളജി, ബൈ ക്യാച്ച്, അതുപോലെ വാട്ടർ പൊല്യൂഷൻ, ഇതെല്ലാം തന്നെ റീസൺസ് ടു ഡിപ്ലീഷൻ ഓഫ് ഫിഷ് സ്റ്റോക്ക് ആണ്. Then relationship between fish stock and growth rate when there is no harvesting. ഹാർവസ്റ്റിംഗ് ഇല്ലാത്ത സമയത്ത് എന്താണ് ഫിഷ് സ്റ്റോക്കും അതിന് ഫിഷസിൻ്റെ ഗ്രോത്ത് റേറ്റ് തമ്മിലുള്ള റിലേഷൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഹാർവസ്റ്റിംഗ് ഇല്ലാത്ത സമയത്ത് ഫിഷ് സ്റ്റോക്കും ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. When there is a small fish stock, the growth of population is low. അതായത് ഫിഷ് സ്റ്റോക്ക് വളരെ കുറവാണെങ്കിൽ ഗ്രോത്ത് റേറ്റും പോപ്പുലേഷൻ ഗ്രോത്തും കുറവായിരിക്കും. ആസ് ദെയർ ആർ മോർ ഫിഷ് ഇൻ ദ വാട്ടർ, റീപ്രൊഡക്ഷൻ റേറ്റ്സ് ഗോ അപ്പ്. അപ്പം വാട്ടറിൽ ഫിഷ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ട് തന്നെ റീപ്രൊഡക്ഷൻ റേറ്റ് കൂടും, കോസിങ് ദ പോപ്പുലേഷൻ ടു ഗ്രോ. അങ്ങനെ പോപ്പുലേഷൻ ഗ്രോത്ത് കൂടും. ഈവൻച്വലി ഹവർ ഡ്യൂ ടു ക്രൗഡിംഗ് എഫക്ട്സ് ആൻഡ് കോമ്പറ്റീഷൻ ഫോർ ഫുഡ്, ദ ഗ്രോത്ത് റേറ്റ്സ് ഡിക്ലൈൻ. അങ്ങനെ ഇങ്ങനെ ഒരുപാട് റീപ്രൊഡക്ഷൻ റേറ്റ് കൂടുമ്പോൾ പോപ്പുലേഷൻ കൂടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഓവർ ക്രൗഡിങ്ങിന് ചാൻസ് ഉണ്ട്. അങ്ങനെ ഓവർ ക്രൗഡിങ് നടക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ ഓഫ് ഫുഡ് അതുപോലെ തന്നെ വാട്ടർ ഇതെല്ലാം തന്നെ ഇൻക്രീസ് ചെയ്യും. അങ്ങനെ ഗ്രോത്ത് റേറ്റ് ഡിക്ലൈൻ ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഹാർവസ്റ്റിംഗ് ഇല്ലാത്തൊരു സമയത്ത് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്, ഗ്രോത്ത് റേറ്റും സ്റ്റോക്ക് സൈസും തമ്മിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, at the far right point the carrying capacity of the fishery is reached and the stock is in equilibrium. അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്താ സംഭവിക്കുന്നത്, ക്യാരിയിങ് കപ്പാസിറ്റി, ഫിഷിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. ഇവിടെ ഈ ഒരു പോയിന്റിൽ ഫിഷിൻ്റെ ക്യാരിയിങ് കപ്പാസിറ്റി ഗ്രോത്ത് റേറ്റ് മാക്സിമം ആയിരിക്കും അല്ലേ. അതിനുശേഷം എന്ത് ചെയ്യും, സ്റ്റോക്ക് അവിടെ ആ ഒരു പോയിന്റിലെത്തുമ്പോൾ സ്റ്റോക്ക് ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഈൽഡാണ്. വാട്ട് ഈസ് സസ്റ്റൈനബിൾ ഈൽഡ്? പ്രൊഡക്ഷൻ ഓഫ് എ ബയോളജിക്കൽ റിസോഴ്സ് ഫിഷ് അണ്ടർ മാനേജ്മെൻറ്റ് പ്രൊസീജിയേഴ്സ് വിച്ച് എൻഷുർ റീപ്ലേസ്മെൻറ്റ് ഓഫ് ദി പാർട്ട് ഹാർവസ്റ്റഡ് ബൈ ഗ്രോത്ത് ഓർ റീപ്രൊഡക്ഷൻ ബിഫോർ അനദർ ഹാർവസ്റ്റ് ഒക്കേഴ്സ് ഈസ് കാൾഡ് സസ്റ്റൈനബിൾ ഈൽഡ്. അപ്പോൾ സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒരു ഹാർവസ്റ്റ് നടത്തി ആ ഹാർവസ്റ്റ് നടത്തിയതിൻ്റെ അത്രയും എമൗണ്ട് ഓഫ് ബയോളജിക്കൽ റിസോഴ്സസ്, അതിപ്പോൾ ഫിഷ് ആണെങ്കിൽ റീപ്ലേസ്മെൻറ്റ് നടന്നു, അതായത് എത്രമാത്രം നമ്മൾ ഹാർവസ്റ്റ് ചെയ്തു അത്രയും തന്നെ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ അടുത്ത ഹാർവസ്റ്റിന് മുന്നേ അത്രയും ഫിഷസ് തന്നെ ഗ്രോത്തും അതുപോലെ തന്നെ റീപ്രൊഡ്യൂസിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയാനായിട്ട് പറ്റും. വാട്ട് ഈസ് MSY, മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്താണെന്ന് നോക്കാം. ദ ഹയസ്റ്റ് പോസിബിൾ ആനുവൽ ക്യാച്ച് ഫോർ എ ഗിവൺ ഫിഷ് സ്റ്റോക്ക് ദാറ്റ് ക്യാൻ ബി sustained over time by keeping the stock at the level of producing maximum growth is called the maximum sustainable yield. The highest possible annual catch for a given fish stock, അതായത് ഒരു ഗിവൺ ഫിഷ് സ്റ്റോക്കിന് ഉള്ള ഹയസ്റ്റ് പോസിബിൾ ആനുവൽ ക്യാച്ച് ആണ്. എന്താണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ദാറ്റ് ക്യാൻ ബി സസ്റ്റെയിൻഡ് ഓവർ ടൈം ബൈ കീപ്പിംഗ് ദ സ്റ്റോക്ക് അറ്റ് ദ ലെവൽ ഓഫ് പ്രൊഡ്യൂസിങ് മാക്സിമം ഗ്രോത്ത്. അതായത് സ്റ്റോക്കിനെ നമുക്ക് മാക്സിമം ഗ്രോത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യാണ്. അപ്പോൾ ഉള്ള ഹയസ്റ്റ് പോസിബിൾ ആനുവൽ ക്യാച്ച് ഫോർ എ ഗിവൺ ഫിഷ് സ്റ്റോക്ക് ഈസ് കാൾഡ് മാക്സിമം സസ്റ്റൈനബിൾ ഈൽഡ് എന്നാണ് പറയുന്നത്. ഇനി പോപ്പുലേഷൻ ഡൈനാമിക്സ് നോക്കുവാണെങ്കിൽ ഫിഷറി പോപ്പുലേഷൻ ഈസ് അഫക്റ്റഡ് ബൈ 3 ഡൈനാമിക് റേറ്റ് ഫങ്ഷൻസ്. അപ്പം ഫിഷറി പ്രോഡക്ട്സ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 3 ഫാക്ടേഴ്സ് അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? ബർത്ത് റേറ്റ്, ഗ്രോത്ത് റേറ്റ് ആൻഡ് മോർട്ടാലിറ്റി. ഫിഷ് സ്റ്റോക്ക് ആൻഡ് ഗ്രോത്ത് റേറ്റ് വെൻ ദർ ഈസ് എ ഹാർവസ്റ്റിംഗ്. അപ്പോൾ ഫിഷ് സ്റ്റോക്കും നേരത്തെ നോ ഹാർവസ്റ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ഇനി എന്താണ്, ഹാർവസ്റ്റിംഗ് ഉള്ള സമയത്ത് ഫിഷ് സ്റ്റോക്കും ഗ്രോത്ത് റേറ്റും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. വെൻ ഫിഷസ് ബിഗിൻ ടു ഹാർവസ്റ്റ് പാർട്ട് ഓഫ് ഓർ ഓൾ ഓഫ് ദി ഗ്രോത്ത് ദാറ്റ് ഒക്കേഴ്സ് ഇൻ എനി പീരീഡ് ഈസ് ടേക്കൺ ഔട്ട്. അതായത് ഹാർവസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താ പ്രത്യേകത, അവിടെ ഉള്ള ഫിഷസിനെ, അതായത് പാർട്ട് അല്ലെങ്കിൽ കുറച്ച് ഗ്രോ ചെയ്യുന്ന ഫിഷസ് ആവുക അല്ലെങ്കിൽ മെച്യൂരിറ്റിയിലെത്തിയിട്ടുള്ള ഫിഷസ് ആയിരിക്കും. ഇതെല്ലാം തന്നെ ഹാർവസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ടേക്ക് ചെയ്യും അല്ലേ, എടുക്കും.
so that growth in the stock doesn't take place or is reduced. അപ്പോൾ എന്താണ് so that growth in the stock doesn't take place or reduced. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ എന്താണ് കാര്യമായ ഒരു മാറ്റം വരുന്നില്ല. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ഹാർവസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ആനുവൽ ഈൽഡ് ക്യാൻ ബി വ്യൂഡ് ആസ് എ ഫങ്ഷൻ ഓഫ് സ്റ്റോക്ക് ആൻഡ് എമൗണ്ട് ഓഫ് ഫിഷിംഗ് എഫേർട്ട്. അതായത് ആനുവൽ ഈൽഡ് ഒരു ഫിഷസിൻ്റെ അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഹാർവസ്റ്റിൻ്റെ ആനുവൽ ഈൽഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് സ്റ്റോക്കും അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഫിഷിംഗ് എഫേർട്ടും എന്നാണ് പറയുന്നത്. ഈ YT എന്ന് പറയുന്നതാണ് ആനുവൽ ഈൽഡ് ഇസിക്കൽ ടു Q ഇൻറ്റു ET. Q എന്ന് പറയുന്നത് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും E എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഫിഷിംഗ് എഫേർട്ടും ആണ്. ഓക്കെ, Q എന്ന് പറഞ്ഞാൽ ക്യാച്ചബിലിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. Fisheries production does not obey an economic law of diminishing marginal productivity. Each additional unit of effort or stock size adds the same amount to catch. Then relationship between efforts, harvest and fish stock നോക്കാം. ഇതാണ് ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. ഈൽഡും y ആക്സിസിൽ ഈൽഡും x ആക്സിസിൽ എഫേർട്ടും കൊടുത്തിരിക്കുകയാണ്. അപ്പം എന്താണ് ഹാർവസ്റ്റും എഫേർട്ടും ഫിഷ് സ്റ്റോക്കും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് നോക്കാം. The same amount of effort will produce more harvest when the stock size is higher and vice versa. അപ്പോൾ സ്റ്റോക്ക് സൈസ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ the same amount of effort ഒരു കുറച്ച് എഫേർട്ട് കൊടുത്താൽ തന്നെ നമുക്ക് മാക്സിമം ഹാർവസ്റ്റ് കിട്ടും. അതെപ്പോഴാണ് നമുക്ക് സ്റ്റോക്ക് സൈസ് കൂടുതലായിരിക്കുന്ന സമയത്ത്. For long run analysis can use concept of sustainable yield. Sustainable yield curve shows the relationship between level of fishing effort and level of sustainable yield. അപ്പോൾ ലോങ് റൺ അനാലിസിസിനായിട്ട് നമുക്ക് കൺസെപ്റ്റ് ഓഫ് സസ്റ്റൈനബിൾ ഈൽഡ് നോക്കാം. സസ്റ്റൈനബിൾ ഈൽഡ് കർവ് എന്താണ് തരുന്നത്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെവൽ ഓഫ് ഫിഷിംഗ് എഫേർട്ടും അതിൽ ലെവൽ ഓഫ് സസ്റ്റൈനബിൾ ഈൽഡും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് നമുക്ക് സസ്റ്റൈനബിൾ ഈൽഡ് കർവ് തരുന്നത്. A sustainable yield is one that can be maintained indefinitely because catch is equal to growth. Sustainable yield എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഇൻഡെഫിനറ്റ് ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ക്യാച്ച് എന്ന് പറയുന്നത് എന്താണ്? ഈസിക്കൽ ടു ഗ്രോത്ത് ആണ് അല്ലേ? അതായത് എത്രമാത്രം നമ്മൾ ക്യാച്ച് ചെയ്യുന്നു അത്രയും തന്നെ ബാക്കി അവിടെ റീപ്ലനിഷ് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും തന്നെ ഗ്രോത്ത് അവിടെ സംഭവിക്കുക. അതാണ് സസ്റ്റൈനബിൾ ഈൽഡ് എന്ന് പറയുന്നത്. To achieve sustainable harvest, growth must equals to short run yield. അപ്പം സസ്റ്റൈനബിൾ ഹാർവസ്റ്റിലെത്താൻ വേണ്ടിയിട്ട് ഗ്രോത്ത് എന്തിന് ഈക്വൽ ആയിരിക്കണം? ഷോർട്ട് റൺ ഈൽഡിന് ഈക്വൽ ആയിരിക്കണം. ഗ്രോത്ത് ഈസ് ഈക്വൽ ടു ഷോർട്ട് റൺ ഈൽഡാണ് ടു അച്ചീവ് സസ്റ്റൈനബിൾ ഹാർവസ്റ്റിനുള്ള കണ്ടീഷൻ. ഇപ്പോൾ സസ്റ്റൈനബിൾ ഈൽഡ് കർവ് നോക്കുവാണെങ്കിൽ y ആക്സിസിൽ ക്യാച്ച് അല്ലെങ്കിൽ ഹാർവസ്റ്റും x ആക്സിസിൽ എഫേർട്ടും നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഗ്രാഫിൻ്റെ ഈ ഒരു പാർട്ടിൽ ലോ ലെവൽ ഓഫ് എഫേർട്ടും ഇങ്ങോട്ട് പോകുന്നൊരു എഫേർട്ട് കൂടി വരുവാണല്ലോ. അപ്പം വെൻ എഫേർട്ട് ഈസ് ഹൈ, ഓക്കെ, എഫേർട്ട് കൂടുതലായിരിക്കുമ്പോൾ സസ്റ്റൈനബിൾ ഈൽഡ് കൂടുതലായിരിക്കും. ബിക്കോസ് ഗ്രോത്ത് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് സൈസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് സൈസ് കുറയുന്നതിനനുസരിച്ച് ഗ്രോത്ത് റേറ്റ് കൂടും. ഓക്കെ, എവിടെ സസ്റ്റൈനബിൾ ഈൽഡ് കൂടുന്ന സമയത്തെ കാര്യമാണ്. എഫേർട്ടും കൂടുതലാണ്, സസ്റ്റൈനബിൾ ഈൽഡും കൂടുതലാണെങ്കിൽ ഗ്രോത്ത് റേറ്റ് ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഇൻ സ്റ്റോക്ക് സൈസ് ആണ്. ഫർദർ ഇൻക്രീസ് ഓഫ്, ഇനി ഇവിടെ നോക്കാം, എഫേർട്ട് ഹയസ്റ്റ് ആയിരിക്കുന്ന സമയത്ത് ഫർദർ ഇൻക്രീസ് ഓഫ് എഫേർട്ട് ഡിക്രീസസ് ഈൽഡ് ബിക്കോസ് ഫർദർ ഡിക്രീസ് ഓഫ് സ്റ്റോക്ക് സൈസ് കോസ് ഗ്രോത്ത് ടു ഫാൾ. അതായത് ഒരുപാട് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരുപാട് എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈൽഡ് സ്വാഭാവികമായിട്ട് കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ സ്റ്റോക്ക് സൈസ് ഒരുപാട് റെഡ്യൂസ് ചെയ്യും അല്ലേ? അത് എന്താണ്, ഗ്രോത്ത് കാര്യമായിട്ട് തന്നെ ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് കാരണമാവും. അതാണ് സസ്റ്റൈനബിൾ ഈൽഡ് കർവ് തരുന്നൊരു റിലേഷൻഷിപ്പ്. ഇനി ഓപ്പൺ ആക്സസ് ഇക്വിലിബ്രിയം എന്താണെന്ന് നോക്കാം. When all the excess profits or economic rent that attracts new entrants to a developing fishery have been dissipated in the cost associated with the additional fishing effort, the fishery is no longer attractive to new entrants. Usually occurs when fishing effort is higher than that which will obtain the greatest yield from a fishery. അതായത് ഫിഷിംഗ് എഫേർട്ട്
നമുക്ക് കിട്ടുന്ന ഈൽഡിനേക്കാളും ഒരുപാട് കൂടുതലായിരുന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് മാക്സിമം ഒരു പ്രോഫിറ്റ് നമുക്ക് അവിടെ കിട്ടാതെ വരും അല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ദ ഫിഷറി ഈസ് നോ ലോങ്ങർ അട്രാക്റ്റീവ് ടു ന്യൂ എക്സ്റ്റൻസ് ആയിട്ട് മാറും. മാക്സിമം എക്കണോമിക് ഈൽഡ് എന്താണെന്ന് നോക്കാം. ദ വാല്യൂ ഓഫ് ദി ലാർജസ്റ്റ് പോസിറ്റീവ് ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂസ് ആൻഡ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഫിഷിംഗ് with all inputs valued at their opportunity cost is called the maximum economic yield. എന്താണ് maximum economic yield എന്ന് പറയുന്നത്? എന്താണ്? It is the value of the largest positive difference between the total revenues, അതുപോലെ എത്രമാത്രം ടോട്ടൽ കോസ്റ്റ് ആയിട്ടുള്ള ഫിഷിങ്ങിൻ്റെ കോസ്റ്റ്, അതുപോലെ അതിൻ്റെ മുതൽ മുടക്ക് ഇൻക്ലൂഡിങ് കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എല്ലാം എന്താണ്? അതും പിന്നെന്താണ്? ഇൻപുട്സും ഇതും കൂടെ with all inputs valued at the opportunity cost is called maximum economic yield. Management of fishery resources നോക്കാം. Most important fisheries in the world at the state of open access. So fisheries have to be managed carefully, have to change the equilibrium from open access to private property equilibrium. This can be done in two ways. First one control the harvest of fish at the optimum effort, then reduce the fishing effort. അപ്പം ഫിഷറി റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. കൺട്രോൾ ദ ഹാർവസ്റ്റ് ഓഫ് ഫിഷ് അറ്റ് ഒപ്റ്റിമം എഫേർട്ടിൽ, ഒപ്റ്റിമം എഫേർട്ടിൽ മാത്രം നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുക, ഓവർ ഹാർവസ്റ്റിംഗ് ചെയ്യാതിരിക്കുക, ഓവർ എഫേർട്ട് കൊടുക്കാതിരിക്കുക. ദെൻ റെഡ്യൂസ് ദ ഫിഷിംഗ് എഫേർട്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഫിഷറി റിസോഴ്സസിനെ നിലനിർത്തി പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഫിഷറി എക്കണോമിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്. ഇതിലെല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല, പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു അവയർനെസ്, ഫിഷറി എക്കണോമിക്സിൻ്റെ ഒരു അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.